നമ്മളിപ്പോൾ ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 3 രീതിയിൽ രോഗം വരാം. ഒന്ന്, മനുഷ്യൻ പാപം അവരവർ ചെയ്ത പാപം നിമിത്തം, അല്ലെങ്കിൽ അവരുടെ തലമുറകൾ ചെയ്ത പാപം നിമിത്തം, അല്ലെങ്കിൽ ഭൂമിയിൽ പ്രകൃതി തന്നെ ശാപത്തിന് കീഴിലായതുകൊണ്ട് രോഗങ്ങൾ വരാം. അതാ ആദാമിൻ്റെ പാപം. അതാ ഞാൻ പറഞ്ഞത്, ആദാമിൻ്റെ പാപം നിമിത്തം മാനവരാശി പാപത്തിന് കീഴിലായി, അങ്ങനെ ഭൂമി ശപിക്കപ്പെട്ടത് കൊണ്ട് ആ പാപങ്ങൾ വരാം. ഓക്കെ, ഈ 3 രീതിയിലാണ് പാപം വരുന്നത്. ഇവൻ പിറവഴിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു? അത് അവിടുത്തെ അന്നത്തെ ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല. ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെന്നല്ല മീനിങ്. ഈ രോഗം അതുകൊണ്ട് വന്നതല്ല, ചെയ്തിട്ടല്ല. അടുത്ത വാക്യമാണ് നമ്മളെ കൺഫ്യൂഷനിലാക്കിയത്. ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാക്കേണ്ടതിനത്രേ എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഈ 2 വാക്യങ്ങളും കൂടെ കൂട്ടി വായിച്ചാൽ നമുക്കതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാകും. കർത്താവ് പറഞ്ഞതാണ് താഴോട്ട്, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേർ അവൻ്റെ കണ്ണിൽ പൂശി, നീ ചെന്ന് ശിലോഹം കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. അവൻ സൗഖ്യമുള്ളവനായിട്ട് തീർന്നു. ഇനി ഇവിടെ കർത്താവ് റിയലി പറഞ്ഞിട്ടുണ്ടോ ഞാൻ അവന് രോഗം കൊടുത്തതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഇത് അസംഷനാണ്, അല്ലേ? ഒരു ഊഹമാണ്. ആ ഊഹത്തിൻ്റെ അടിസ്ഥാനം എന്തോന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴേലും? അതായത് ഈ ഞാൻ പറഞ്ഞ വ്യാഖ്യാനം എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ നോക്കണം ആദ്യം. ദൈവവചനത്തെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? ദൈവവചനത്തെ വ്യാഖ്യാനിക്കുന്ന ദൈവത്തിൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം വ്യാഖ്യാനിക്കാൻ. ദൈവത്തിൻ്റെ പൊതുവായിട്ടുള്ള അടിസ്ഥാനത്തിൽ ദൈവം രോഗം തരുന്നവനാണോ? ബൈബിളിനകത്ത് എവിടെയെങ്കിലും ദൈവം രോഗം, അതായത് ഞാൻ തിരിച്ചും പറയാം, അതായത് ആവർത്തന പുസ്തകം 28-ാം അധ്യായം വായിക്കുവാണെങ്കിൽ ദൈവം രോഗം തരുമെന്ന് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. പക്ഷേങ്കിൽ പൊതുവിൽ ദൈവം നമ്മളെ രോഗിയാക്കുന്നവനാണെന്നാണോ യഥാർത്ഥത്തിൽ ബൈബിൾ പറയുന്നത്? അതോ രോഗത്തെ സൗഖ്യമാക്കുന്നവനാണെന്ന്? അല്ലേ, സൗഖ്യമാക്കുന്നവനാണെന്ന്. രോഗം ശാപത്തിൻ്റെതാണ്. അപ്പോൾ ദൈവം ശാപത്തിൻ്റെ ഇത് തരത്തില്ല. ഇനി 1-2 റീസൺസും കൂടെ പറയാം. ദൈവം രോഗം തരത്തില്ലെന്നുള്ളതിൻ്റെ ഒരു റീസൺ പറയാം. ദൈവം പാപം ചെയ്യാനായിട്ട് സമ്മതിക്കുമോ? ഇല്ലെന്ന് 100% നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. അല്ല, ചിലപ്പോൾ ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കാൻ വേണ്ടി ആ പാപം ചെയ്തിട്ട് ആ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടാനായിട്ട് ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കാൻ വേണ്ടി പാപം തന്നാലോ? അതെന്താ നിങ്ങൾ വിശ്വസിക്കാതെ? അങ്ങനെ ശരിയാ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ദൈവം ഒരിക്കലും പാപം ചെയ്യിപ്പിക്കത്തില്ല നമ്മളെ കൊണ്ട്, അല്ലേ? പാപത്തിൽ നിന്ന് വിടുവിക്കാനല്ലേ വന്നത്. അതിനോട് 100% സമ്മതിക്കുന്നുണ്ടോ? അല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ അവൻ നമ്മുടെ പാപത്തെ ക്രൂശിന്മേൽ വഹിച്ചെന്നും സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്നും പറയുന്നുണ്ട്. ഉണ്ടോ? അപ്പോൾ പാപത്തെയും രോഗത്തെയും കർത്താവ് കണക്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടോ? സംസാരിക്കുന്നുണ്ട്. ഇനി ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ വീട്ടിൽ ഒരു കട്ടിലയിൽ 4 പേര് ചേർന്ന് കെട്ടി ഒരുത്തനെ ഇറക്കി താഴോട്ട് കൊണ്ടുവന്നിട്ട്, അവൻ പക്ഷപാതം പിടിച്ച് കിടക്കുന്നവനായിരുന്നല്ലേ. കർത്താവ് അവനോട് പറഞ്ഞത്, നിൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടെ പിറുപിറുത്തു. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞെന്നറിയാമോ? പാപം മോചിച്ചു എന്ന് പറയുന്നതോ അതോ നിൻ്റെ കിടക്കെടുത്ത് നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം? എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. ആ രീതിയിലാണ് പറഞ്ഞത്. പാപവും രോഗവും എന്ന് പറഞ്ഞാൽ പാപവും രോഗവും കണക്റ്റഡ് ആണ് എപ്പോഴും. രോഗം ഭൂമിയിൽ ഇല്ലായിരുന്നു പാപമില്ലായിരുന്നെങ്കിൽ. അപ്പോൾ അത് രണ്ടും കണക്റ്റഡ് ആണ്. അത് രണ്ടിനും വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് ചെയ്യാൻ അനുവദിക്കത്തില്ലെങ്കിൽ മറ്റതും കർത്താവ് അനുവദിക്കത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? കാരണം ഇത് രണ്ടും അറ്റോൺമെൻറ്റിൽ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കറക്റ്റായിട്ടുള്ള ഇത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഈ മനുഷ്യൻ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തെക്കുറിച്ചും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഞാൻ അതും കൂടെ ഒന്ന് പറയട്ടെ. ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്തുള്ളത് അത്ഭുതങ്ങളാണോ അടയാളങ്ങളാണോ? കാനാവിലെ കല്യാണം അത്ഭുതമാണോ അടയാളമാണോ?
എന്തുമാണ് അത്ഭുതം അടയാളം തമ്മിലുള്ള വ്യത്യാസം? വാക്കുകളുടെ വ്യത്യാസമാണോ അതോ ജസ്റ്റ് അടയാളം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്തുവാ? സൈൻ എന്ന സൈൻ. അത് വേറൊരു കാര്യത്തെ ചൂണ്ടിക്കാണിക്കുന്നുള്ള. അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഇൻസിഡൻ്റ് ആണല്ലേ. യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്തുള്ളത് എല്ലാം അടയാളങ്ങളാകാനുള്ള ഒരു റീസൺ ഉണ്ട്. എന്നാണെന്നറിയാമോ? യോഹന്നാൻ്റെ സുവിശേഷം എന്തിനെഴുതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാൻ്റെ സുവിശേഷം എന്തിനെഴുതി? യേശു ദൈവപുത്രൻ എന്ന് നമുക്കുള്ള വെളിപ്പെടുത്തി തരുവാൻ വേണ്ടി എഴുതിയതാണ്. മത്തായിയുടെ സുവിശേഷം ഞാൻ പറഞ്ഞില്ലേ, പഠിക്കാൻ വേണ്ടി. മത്തായിയുടെ സുവിശേഷം എന്തിനെഴുതിയതാണ്? കർത്താവായ യേശു ഒരു രാജാവാണെന്നുള്ളത് നമ്മളെ വെളിപ്പെടുത്തി തരാൻ വേണ്ടി, ഒരു രാജാവാണെന്ന് വെളിപ്പെടുത്തി തരാൻ വേണ്ടി എഴുതിയ. മർക്കോസിൻ്റെ സുവിശേഷം എന്തിനെഴുതി? നിങ്ങളിതൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഇതെല്ലാം കർത്താവായ യേശു ഒരു ദാസനായിട്ട് ഭൂമിയിൽ വന്നു എന്നുള്ളത് നമ്മളെ വെളിപ്പെടുത്തി തരാൻ വേണ്ടി എഴുതിയ. ലൂക്കോസിൻ്റെ സുവിശേഷം എന്തിനെഴുതി? കർത്താവായ യേശു മനുഷ്യപുത്രനാണെന്ന്, ഒരു മനുഷ്യനായി ഭൂമിയിൽ വന്നാണെന്നുള്ളത് നമ്മളെ വെളിപ്പെടുത്തി തരാൻ വേണ്ടി എഴുതിയ. യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയത് അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വെളിപ്പെടുത്തി തരാൻ വേണ്ടി എഴുതിയ. അപ്പോൾ ഈ 4 സുവിശേഷങ്ങൾക്ക് 4 ഉദ്ദേശമുണ്ട്. ഇത് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഡിവിനിറ്റി റിവീൽ ചെയ്യാൻ വേണ്ടി, യേശുവിനെ വെളിപ്പെടുത്തി തരാൻ വേണ്ടി, യേശുവിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തി തരാൻ വേണ്ടി എഴുതിയതാണ് ഈ പുസ്തകം. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, യേശുവിനെയാണ് സുവിശേഷം എന്ന് പറയുമ്പോൾ യേശുവിനെയാണ് മനസ്സിലാക്കി തരുന്നത് ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 4-ാം വാക്യം, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ അവിടെ പ്രസൻറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. കർത്താവായ യേശുക്രിസ്തു വന്നത് എന്തിനാണെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് നസറേത്തിലെ പള്ളിയിൽ വെച്ച് പറയുന്നുണ്ട്. കുരുടന്മാർക്ക് കാഴ്ച, പീഡിതന്മാർക്ക് വിടുതൽ, ബന്ധിക്കപ്പെട്ടവരെ തുറന്നു വിടുവാനായിട്ട്, അല്ലേ? കർത്താവിൻ്റെ പ്രസാദ വർഷം. അപ്പം കർത്താവിൻ്റെ വരവിൻ്റെ കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തരുന്നുണ്ട്. രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക. ഇത് തുടക്കം തൊട്ടേ കർത്താവ് എന്തിനു വന്നു എന്നുള്ള എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവരുടെ ചോദ്യമാണ്, ശിഷ്യന്മാരുടെ ചോദ്യമാണ് എന്താ ഇവര്, കാരണം അവർ ചോദിച്ചതെന്നറിയാമോ? അവർക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ഈ വിധ കാരണങ്ങളാലൊക്കെയാണ് രോഗമുണ്ടാകുന്നത്. അവർ ചെയ്ത പാപം കൊണ്ടോ, അവൻ്റെ മാതാപിതാക്കൾ ചെയ്ത പാപം കൊണ്ടോ, അല്ലെങ്കിൽ അല്ലാതെ പലരും രോഗികളായിട്ട് ജനിച്ചവരും ഉണ്ട്. ഈ കാരണങ്ങളാലായിട്ടാണ് വന്നത്. ഇത് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനായിട്ടാണ് അവർ ചോദിച്ചത്. കർത്താവ് പറഞ്ഞത് ഇതല്ല ഇവിടുത്തെ വിഷയം. എൻ്റെ മഹത്വം, കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനത്ര മഹത്വം